ഹലോ, അപ്പോൾ എല്ലാവരും വായോ, നമുക്കിന്ന് ലവറിനോ ബോയ് ഫ്രണ്ടിനോ ഒക്കെ ഗിഫ്റ്റ് ചെയ്യാവുന്ന ഒരു മിനി മൊമെൻ്റ് ജേണൽ ചെയ്യാം. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. അതുപോലെ ഈ ലൈക്ക് ബട്ടണും ഒന്ന് ക്ലിക്ക് ചെയ്യണേ. അപ്പോൾ നമുക്ക് ജേണലിങ്ങിൻ്റെ പ്രോസസ്സിലേക്ക് കിടക്കാം. ആദ്യമേ ഒരു A4 ഷീറ്റ് എടുത്ത് മടക്കുക, അത് ഇങ്ങനെ കട്ട് ചെയ്തെടുക്കുക. അപ്പോൾ ഓരോ പീസസും കട്ട് ചെയ്തെടുത്ത ശേഷം നമുക്ക് ഏത് തീമാണോ വേണ്ടത് ആ ഒരു തീമിലാണ് നമ്മൾ ഈ ജേണൽ ചെയ്തെടുക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ക്യൂട്ടാക്കാനാണ് ഇഷ്ടമെങ്കിൽ കുറച്ച് ക്യൂട്ട് സ്റ്റിക്കേഴ്സ് ഇതിനകത്ത് ആഡ് ചെയ്യാം. ഞാനിപ്പോൾ ഒരു ബ്രൗൺ പേപ്പറാണ് എടുത്തിട്ടുള്ളത്. ഈ ബ്രൗൺ പേപ്പർ കീറി അതിങ്ങനെ ഒട്ടിച്ചു കൊടുക്കുകയാണ്. റാൻഡമായിട്ടുള്ള റൈറ്റിംഗ് പേപ്പർ ഒട്ടിച്ച് ഇങ്ങനെ പേപ്പറിലേക്ക് ഒട്ടിച്ചെടുക്കേണ്ടതുണ്ട്. അപ്പോൾ നിങ്ങളുടെ ഐഡിയ അനുസരിച്ച് ചെയ്യാം. നമുക്ക് ഏത് തീം വേണമെന്നുണ്ടെങ്കിലും ആ ഒരു തീമിൽ നമുക്ക് ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ വളരെ മിനി ആയിട്ട് നമ്മൾ ചെയ്യുന്നതുകൊണ്ട് തന്നെ വളരെ കുഞ്ഞു കുഞ്ഞു ഐറ്റംസ് വെച്ച് നമുക്കിത് ഫില്ല് ചെയ്ത് പോകാൻ പറ്റും. അതുപോലെ ഇങ്ങനെ ഓരോന്നും വെട്ടിയെടുത്ത് അതിനകത്ത് ഒട്ടിക്കുക. ഇനി വേണ്ടത് നമുക്കിഷ്ടമുള്ള കാര്യങ്ങൾ, സ്പെഷ്യലായിട്ടുള്ള വിഷസ്, കോട്ട്സ്, അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ നമുക്കിതിൽ ആഡ് ചെയ്ത് കൊടുക്കാം. അതുപോലെ തന്നെ മൊമെൻ്റ് ജേണലാണ് നമ്മൾ ഉണ്ടാക്കാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമുക്ക് സ്പെഷ്യലായിട്ടുള്ള മൊമെൻറ്റ്സ് ഒക്കെ ഉണ്ടെങ്കിൽ അതുകൂടി ഒരു സ്റ്റിക്കറായിട്ട് ഇതിനകത്ത് അറ്റാച്ച് ചെയ്ത് കൊടുക്കാവുന്നതാണ്. നമുക്ക് സ്പെഷ്യലായിട്ടുള്ള ഓരോ മൊമെൻറ്റ്സിനെയും ഒന്ന് കുഞ്ഞിതാക്കി ഓരോ കോട്ടാക്കി എടുത്ത് അതിനെക്കുറിച്ച് ഒരു 2 വാക്ക് നമുക്ക് ഇതിനകത്ത് ആഡ് ചെയ്ത് കൊടുത്താൽ നമ്മുടെ ചാനൽ വളരെ ക്യൂട്ടും ആവും, അതുപോലെ വളരെ ക്രിസ്പും ആവുന്നതാണ്. അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള ഓരോ തീമും നമുക്ക് തന്നെ സെലക്ട് ചെയ്യാം. ഞാനിപ്പോൾ ഒരു മോഡലാണ് ഇവിടെ ചെയ്തിരിക്കുന്നത്. ഇനി നമുക്കതിൽ ഒരു കീ ചെയിനും കൂടി ആഡ് ചെയ്ത് കൊടുക്കാറുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു പ്രോസസ്സിലേക്ക് പോകാം. കീ ചെയിൻ വലിയ കീ ചെയിനൊന്നുമല്ല, നമുക്കൊരു കീ ചെയിൻ്റെ ഔട്ട്ലൈൻ കിട്ടിയിട്ടുണ്ട്. അത് വെച്ച് നമുക്കൊന്ന് കസ്റ്റമൈസ് ചെയ്തെടുക്കേണ്ടതുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അതിനകത്ത് എന്ത് തീമാണ് ഉദ്ദേശിക്കുന്നതെന്ന് വെച്ചാൽ അതിനകത്ത് പേപ്പർ വെച്ച് അത് ഒന്ന് നമ്മൾ ഉണ്ടാക്കിയെടുക്കണം. ആ ഒരു തീം അനുസരിച്ചിട്ട് നമ്മൾ ഇതിനകത്ത് പഞ്ച് ചെയ്ത് ആ കീ ചെയിനും കൂടി ആഡ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അത്രയേ ഉള്ളൂ ഇതിൻ്റെ പ്രോസസ്സ് എന്ന് പറയുന്നത്. അപ്പോൾ സ്പെഷ്യൽ ഒക്കേഷനോ അല്ലെങ്കിൽ സ്പെഷ്യലായിട്ടുള്ള എന്തെങ്കിലും മൊമെൻറ്റ്സിലോ നമുക്ക് ഈ ഒരു മൊമെൻ്റ് ജേണൽ ഗിഫ്റ്റ് ചെയ്യാവുന്നതാണ്. നമുക്ക് എന്ത് തീമിൽ വേണമെങ്കിലും ഇത് ചെയ്തെടുക്കാവുന്നതാണ്. അതുപോലെ തന്നെ നിങ്ങളുടെ ഇഷ്ടാനുസരണം ഇത് കസ്റ്റമൈസും ചെയ്യാവുന്നതാണ്. ഞാനിപ്പോൾ ഒരു മോഡലാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാം.